ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിന്നും കഴിഞ്ഞ 25-ാം തീയതി മിസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ 12 വയസ്സാണ് പ്രായം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടിയെ നമ്മൾ ഇന്നലെ പൂനെയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്ത് നാട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 25-ാം തീയതി ആയിരുന്നു ഈ കുട്ടി വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടത്. വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയായതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ കേസിൽ നടന്നത്. അന്ന് തന്നെ രാത്രി കേസ് രജിസ്റ്റർ ചെയ്തു. ഏതാണ്ട് മണിക്കൂറുകൾക്കകം ഈ കുട്ടിയുടെ ലൊക്കേഷൻ, ആദ്യം ലൊക്കേഷൻ മംഗളപുരം ഭാഗത്ത് കിട്ടി. അപ്പോൾ തന്നെ അവിടുത്തെ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ, സതീഷിന്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ നമ്മൾ മംഗളപുരത്തേക്ക് അയക്കുകയുണ്ടായി. ഈ കുട്ടിയും കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന അഭിജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവും, ഇവരുടെ ഫോൺ രണ്ടും സ്വിച്ച് ഓഫ് ആയിരുന്നു. അപൂർവം സമയങ്ങളിൽ മാത്രമാണ് ഫോൺ സ്വിച്ച് ഓൺ ചെയ്തത്. സ്വിച്ച് ഓൺ ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സ്വിച്ച് ഓഫ് ചെയ്യായിരുന്നു. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ ലൊക്കേഷൻ ഗോവയിൽ കണ്ടു. അങ്ങനെ നമ്മുടെ പോലീസ് ടീമിനെ ഗോവയിലേക്ക് അയച്ചു. പിന്നെ ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ലൊക്കേഷൻ ധാരാവിയിലാണ് കണ്ടത്, മുംബൈ അടുത്ത്. അങ്ങനെ ധാരാവിയിലെത്തുമ്പോൾ നമ്മുടെ പോലീസ് ടീം ധാരാവിയിലെത്തുമ്പോഴേക്കും പിന്നെ ഫോൺ സ്വിച്ചായി. പിന്നെ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ കുട്ടി കറങ്ങി നടക്കുന്നതായി ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ നമ്മൾ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഗംഗാപ്രസാദിനെയും മറ്റൊരു സംഘത്തെയും വീണ്ടും ഗോവയിലേക്ക് അയച്ചു. അപ്പോഴേക്കും ഈ കുട്ടി ഈ യുവാവുമായിട്ട് നിസാമുദ്ദീൻ എക്സ്പ്രസിൽ ട്രാവൽ ചെയ്യുന്നതായിട്ടുള്ള കാര്യം നമുക്ക് സൈബർ ഇൻവെസ്റ്റിഗേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരള പോലീസിന്റെയും അതുപോലെ തന്നെ റെയിൽവേ പോലീസിന്റെയും ഒക്കെ സഹായത്തോടുകൂടി നമുക്ക് ഇന്നലെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ കുട്ടിയെയും കുട്ടിയുടെ കൂടെ സഞ്ചരിച്ച യുവാവിനെയും കസ്റ്റഡി എടുക്കാൻ സാധിച്ചു. ഇത് 12 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള കുട്ടി എന്നുള്ള നിലയിൽ വലിയൊരു ആങ്സൈറ്റി ആയിരുന്നു കുട്ടിയെ കിട്ടുന്നവരെ. ഈ കേസിലെ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിലും, കൂടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടും മിക്കവാറും മണിക്കൂറുകൾക്കകം ഓരോ മണിക്കൂറുകളിലും തന്നെ വിളിച്ച് ഈ കേസിന്റെ പുരോഗതി വിലയിരുത്തുകയും അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധ ചെലുത്തുകയുണ്ടായി. അതോടൊപ്പം ഫിഷറീസ് മിനിസ്റ്റർ 3-4 പ്രാവശ്യം നേരിട്ട് എന്നെ ഫോണിൽ വിളിക്കുകയും ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും മറ്റ് സഹായങ്ങളൊക്കെ നൽകുകയുണ്ടായി. അങ്ങനെ മൊത്തം പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഭരണ സംവിധാനത്തിന്റെയും എല്ലാം സഹായത്തോടുകൂടി നമുക്ക് വളരെ സേഫായിട്ട് ഈ കുട്ടിയെ ഇന്നലെ പൂനെയിൽ കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ ഒരു വലിയ പോലീസിന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് നമുക്കിന്ന് ഈ കുട്ടിയെ ഇവിടെ ഇന്ന് എത്തിക്കുന്നതായിരിക്കും. അപ്പം ഇതില് പോലീസ് വളരെ ആക്റ്റീവായിട്ട് അതിനെ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർ വളരെ കാര്യക്ഷമമായിട്ടും അതുപോലെ തന്നെ സൈബർ സെല്ല് മൊത്തത്തില് 2 ടീമും നമ്മൾ അന്വേഷണത്തിനായി വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നതോടൊപ്പം 24 hours സൈബർ സെല്ലില് ഇവിടെ അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കിട്ടുന്ന ഇൻഫർമേഷൻസ് യഥാസമയം അവർക്ക് പാസ് ചെയ്തുകൊണ്ട് ഒരു തരത്തിലും ഒരു ഫെയിലിയർ ഇല്ലാതെ നമുക്ക് 2 ദിവസത്തിനകം തന്നെ ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളതാണ്. ഈ അഭിജിത്ത് എന്ന് പറയുന്ന ഒരു യുവാവാണ് കൂടെയുള്ളത്. അയാള് കൊല്ലം ഓച്ചിറ സ്വദേശിയാണ്. കഴിഞ്ഞ 6 മാസത്തിലധികമായി ചെറായി ബീച്ചിൽ ഐസ്ക്രീം കച്ചവടവുമായി ബന്ധപ്പെട്ട് അയാളെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കിട്ടിയതിന് ശേഷം അയാളെ വിശദമായി ചോദ്യം ചെയ്ത് 18 വയസ്സായ കുട്ടി എന്നുള്ള നിലയ്ക്ക് കിഡ്നാപ്പിംഗ് അടക്കമുള്ള ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ആ കാര്യങ്ങളൊക്കെ കുട്ടിയെ നമ്മൾ കൂടുതലായിട്ട് ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. വന്നതിന് ശേഷം കുട്ടിയെ വിശദമായി ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നടപടികൾ സ്വീകരിക്കുന്നത്. ഗുണ്ടകൾക്കെതിരെ കഴിഞ്ഞ മാർച്ച് മാസം തൊട്ട് നമ്മൾ ഒരു ഓപ്പറേഷൻ സ്റ്റീൽ ബേർഡ് എന്ന് പറയുന്ന ഒരു ഹാർഡ് കോർ ക്രിമിനൽസിനെതിരായിട്ടുള്ള ഒരു നടപടിക്ക് രൂപം കൊടുക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ 22ഓളം ഹാർഡ് കോർ ഗുണ്ടകളെ ഈ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ആദ്യം അങ്കമാലിയിൽ വെച്ച് കോമ്പാർ അമിനോദും അതുപോലെ തന്നെ സുലൈമാൻ എന്ന് പറയുന്ന 2 ഗാങ് ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം കോതമംഗലത്ത് അർജുനായങ്കിയെയും
6 പേരെയും അറസ്റ്റ് ചെയ്തു. വലിയ ക്രിമിനൽ ഗാങ്ങിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വെച്ച് മരടനീഷൻ ടീമിനെ അറസ്റ്റ് ചെയ്ത് ഒരു റിമാൻഡിലാണ് നിൽക്കുന്നത്. കൂടാതെ മിനിഞ്ഞാന്ന് രാത്രി അങ്കമാലിയിൽ വെച്ച് നിതിൻ അലിയാസ് ഇതിനെയും ടീമിനെയും നിതിൻ അലിയാസ് തിമ്മയ്യ അവരെ 5 പേരെ അടക്കം നമ്മൾ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് എല്ലാം ഹാർഡ് കോർ ക്രിമിനൽസ് ആണ്. ഈ നിതിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത സമയത്ത് 23-ാം തീയതി പാലക്കാട് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റില് ഒരു ഹൈവേ റോബറി നടത്തി അതിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് കൈയുടെ നമ്മൾ വെപ്പണടക്കം ടീമിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസത്തിനകം 21 പേരെ അറസ്റ്റ് ചെയ്ത് വളരെ ശക്തമായിട്ടുള്ള നടപടികൾ ജില്ലാ പോലീസ് ഈ ഇത്തരം ക്രിമിനൽ ഗാങ്ങിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നും ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. ഈ അറസ്റ്റ് ചെയ്ത മുഴുവൻ ആളുകളുടെ പേരിലും ഗുണ്ട ആക്ട് അനുസരിച്ചും അതുപോലെ തന്നെ മുൻപ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള കേസുകളിലെല്ലാം ജാമ്യം ക്യാൻസൽ ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിക്കുന്നതായിരിക്കും. ഏതാ കുട്ടി ഓൺ ദ വേ ആണ്. ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. മിക്കവാറും മിഡ് നൈറ്റ് എത്തും. നാളെ രാവിലെ കൂടി അഭിജിത്ത് ബോക്സ് വരും. ഒഫൻസ് എന്തായാലും ബോക്സ് വരും. കാരണം ആ കുട്ടിയെ വശീകരിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ കിഡ്നാപ്പിംഗ് കൂടുതൽ എന്തെങ്കിലും ഫിസിക്കൽ വയലൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളുണ്ട്.